നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നവരാത്രി സീരീസിന്റെ ഇന്ന് 6ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ദേവി നവദുർഗ ഭാവത്തിൽ ദേവിയെ ആരാധിക്കുന്നതും കാത്യായനി ദേവിയായിട്ടാണ് ആരാധിക്കുന്നത്. അതായത് നമ്മൾ മഹിഷാസുരൻ എന്ന അസുരനെ കാത്യായനി രൂപത്തിലാണ്, അതായത് കാത്യായനി ദേവിയുടെ ഭാവത്തിലാണ് ദേവി ദുർഗ വധിച്ചത് എന്നുള്ളൊരു ഐതിഹ്യം കൂടെ കാത്യായനി അവതാരത്തിൽ ഉണ്ട് കേട്ടോ. സ്കന്ദന്റെ മാതാവായതുകൊണ്ട് സ്കന്ദമാത എന്ന പേര് ദേവിക്ക് വന്ന പോലെ തന്നെ കാത്യായന മഹർഷിയുടെ മകളായതുകൊണ്ടാണ് കാത്യായനി എന്നുള്ളൊരു പേരും കൂടെ ദേവിക്ക് വന്നിരിക്കുന്നത്. കഥൻ എന്നൊരു മഹാമുനി ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് കാത്യൻ എന്ന് പറയുന്ന മഹർഷി. കാത്യ മഹർഷിക്ക് പുത്രിമാരില്ലാത്തതിന്റെ വളരെ വലിയ വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാത്യ മഹർഷി ദേവി ദുർഗയെ തന്നെ തന്റെ പുത്രിയായി സ്വീകരിക്കുക, അതായത് തന്റെ പുത്രിയായ അവതാരം എടുക്കാൻ പ്രാർത്ഥിക്കുകയുണ്ടായി, തപസ് ചെയ്യുകയുണ്ടായി. കാത്യമുനിയുടെ കഠിന തപസ്സിൽ പ്രീതിപ്പെട്ട ദേവി, സംപ്രീതിയായ ദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതിനുശേഷം ദേവി വരം കൊടുക്കുകയുണ്ടായി, അതായത് കാർത്യായനി എന്നുള്ള ഒരു നാമത്തിൽ അദ്ദേഹത്തിന്റെ മകളായി പുനർജനിക്കാം എന്നുള്ളത്. ആയുധങ്ങൾ ഏന്തി സിംഹാരൂഢയായ ദേവിയാണ് ദേവി കാർത്യായനി രൂപത്തിൽ, അതായത് കാർത്യായനി ഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്ന സ്ത്രീ രൂപമായിട്ടാണ് കാർത്യായനി അവതാരം ഈ പ്രപഞ്ചത്തിന് മുന്നിൽ അവതരിക്കുന്നത്. മഹിഷാസുരനെ വധിക്കുന്ന സമയത്ത് ത്രിദേവിമാരായ ലക്ഷ്മി ദേവിയുടെയും അതേപോലെ തന്നെ സരസ്വതി ദേവിയുടെയും അംശം, അതേപോലെ അതായത് ഊർജം ദേവി കാർത്യായനി ദേവി, അതായത് പാർവതി ദേവിയുടെ അവതാരമായ ദേവി കാർത്യായനി ദേവിക്ക് ഉണ്ട് എന്നുള്ളൊരു ഐതിഹ്യം കൂടെ മഹിഷാസുരനെ വധിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദേവി കാത്യായനി മഹിഷാസുര മർദിനി എന്നുകൂടെ അറിയപ്പെടുന്നത്. കാത്യായനി ഭാവത്തിൽ സർവ്വപ്രപഞ്ചത്തിനോടും ദേവി സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ ആരും അഭയല്ല, അവർക്ക് ആവശ്യമുള്ള സമയത്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യണം എന്നുള്ളൊരു സൂചന കൂടെ ഈ ഒരു പ്രപഞ്ചത്തിന്, അതായത് ഈ ഒരു ലോകത്തിന് കാത്യായനി രൂപം കൊണ്ട് കൊടുക്കുന്നുണ്ട്. ശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുന്നവൾ എന്നാണ് കാർത്യായനി എന്നുള്ളൊരു പേരിന്റെ അർത്ഥം തന്നെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷം ശരീരത്തിൽ ചെന്ന് അസുഖങ്ങൾ ഉണ്ടായ ആൾക്കാർക്കും, അതായത് അല്ലെങ്കിൽ വിഷം മൂലമുണ്ടായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായവർക്ക് കാർത്യായനി പൂജകൾ ഏർപ്പെടുന്നതും അല്ലെങ്കിൽ കാർത്യായനി ദേവിയെ ഉപാസിക്കുന്നത് അവരുടെ രോഗമുക്തിക്ക് ഏറ്റവും വലിയൊരു ഘടകമാകും. നവരാത്രിയുടെ 6ാമത്തെ ദിവസം ദേവി കാർത്യായനിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.